അത് സിദ്ധ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോഴാണ് ഇവിടെ ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ സിദ്ധന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ ഈ ദ്രാവക രൂപത്തിലിരിക്കുന്ന രസത്തെ കെട്ടി അതുകൊണ്ട് രസമണിയും രസലിംഗങ്ങളും രസവിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി. വലിയ വിഗ്രഹങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. രസമണിയിൽ തന്നെ ദാരികമണിയുണ്ട്, വൈദ്യമണിയുണ്ട്, ഈ പറയുന്ന ഗമനമണിയുണ്ട്, ഭോഗമണിയുണ്ട്, ഒത്തിരി മണികളുണ്ട്. ഇന്ന് ആമസോണിലൊക്കെ പലരും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് ആമസോണിലാണേ. ആമസോണിൽ അച്ഛനെയും അമ്മയും വരെ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലിരിക്കുന്നതിൽ ഈ സ്ഫുടം നടക്കും. മെർക്കുറി നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ബ്ലഡുമായിട്ട് കലർന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും. ഈ മണി ധരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മണി നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണമാണ് വരാൻ സാധിക്കും? മണി പല പർപ്പസിനുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ദാരികമണി ഭാഗ്യാനുഭവം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. നമസ്കാരം, എല്ലാവർക്കും അമേസിംഗ് ഡേയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ പുതുതായിട്ട് കാണുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാഹുൽ കാർത്തിക് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ നോക്കുമർമ്മമാണ് പറഞ്ഞത്. ഒരു സിദ്ധ പാരമ്പര്യം തന്നെയാണ് ഇതെല്ലാം, മരുന്നും മന്ത്രവും എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ സിദ്ധ പാരമ്പര്യത്തിൽ വരുമ്പോൾ മറ്റ് കാര്യങ്ങൾ നോക്കുമർമ്മം അല്ലാതെ നമുക്ക് മറ്റ് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളോ ഈ മാന്ത്രിക താന്ത്രികം എന്നൊക്കെ പറയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? സിദ്ധ ആക്ച്വലി ഒരു സയൻസാണ്. സിദ്ധ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ സിദ്ധയിൽ നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ, സിദ്ധ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, അത് സിദ്ധ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സയൻറ്റിസ്റ്റാണ്. അത് മനസ്സിലാക്കണം. കാരണം സിദ്ധയുടെ ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് ആൽക്കമിയാണ്. ആൻഷ്യൻ്റ് ഇന്ത്യൻ ആൽക്കമി എന്ന് പറയുമ്പോൾ രസവാദം എന്ന് പറയുന്നൊരു വിദ്യയാണ്. രസവാദം അതായത് നമ്മുടെ തന്നെ കെമിസ്ട്രിയുടെ, മോഡേൺ കെമിസ്ട്രിയുടെ ഒരു പൂർവ്വ രൂപമാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സിദ്ധ സംസ്കാരത്തിൽ വളരെ മനോഹരമായി ഇത് കൈകാര്യം ചെയ്തിരുന്നു. അതിന് ഞാൻ വളരെ ഒരു ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സിദ്ധയിലെന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും പാഷാണങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പല പ്രയോഗങ്ങളും നടക്കുന്നത്. നവപാഷാണങ്ങൾ, അതിലൊന്നും മുരുകന്റെ വിഗ്രഹം, അപ്പം അത്രയും പാഷാണം കൂട്ടിച്ചേർത്ത് അതിൽ നിന്ന് പിന്നെ അഭിഷേകം ചെയ്യുന്ന വെള്ളം കുടിച്ചാൽ അത് നമുക്ക് അമൃതമായും എന്നൊക്കെ പറയുന്നു. അതെ അതെ, ഈ പറയുന്ന പാഷാണങ്ങൾ തന്നെയാണ് മരുന്നായിട്ട് സിദ്ധയിൽ വരുന്നത്, ഔഷധങ്ങളായിട്ട് മാറ്റുന്നത്. അതിന് ശരിയായ ശുദ്ധി പ്രക്രിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന മെർക്കുറി രസം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പാഷാണമാണ്, വിഷമാണ്. അതെ, മെർക്കുറി ഉപയോഗിച്ച് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ട്, രസസിന്ദൂരങ്ങൾ, രസഭസ്മങ്ങളൊക്കെ ഉണ്ട് സിദ്ധയിൽ. അപ്പോൾ ഇവിടെ ഈ രസത്തിൻ്റെ പ്രത്യേകത, മെർക്കുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കെമിസ്ട്രി പ്രകാരം ഇറ്റ്സ് എ മെറ്റൽ. അതൊരു മെറ്റലാണ്, ലോഹമാണ്. ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്, ദ്രാവകാവസ്ഥയിൽ തുടരുന്ന ഒരു ലോഹമാണ്. വേറൊരു ലോഹവും ദ്രാവകാവസ്ഥയിൽ തുടരുന്നില്ല. ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ലോഹമാണ്, മെറ്റലാണ് ഈ പറയുന്ന മെർക്കുറി എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേമ്പിലയിൽ ജലത്തുള്ളികൾ ഇങ്ങനെ പോകില്ലേ, അതുപോലെ മെർക്കുറി ഓടും. എവിടെ ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന മെർക്കുറിയെ തിരിച്ച് സോളിഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ, ഖരരൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്നും നമ്മുടെ ആധുനിക രസതന്ത്രത്തിന് ഒരുപാട് മാർഗങ്ങളൊന്നുമില്ല. അത് എപ്പോഴും അവർക്ക് അജ്ഞാതമാണ് പലപ്പോഴും. അപ്പോഴാണ് ഇവിടെ ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ സിദ്ധന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ ഈ രസത്തെ കെട്ടി, ഈ ദ്രാവക രൂപത്തിലിരിക്കുന്ന രസത്തെ കെട്ടി, മണിപോൽ കെട്ടി അതുകൊണ്ട് രസമണിയും രസലിംഗങ്ങളും രസവിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ പറ്റും വിഗ്രഹങ്ങൾ, വലിയ വിഗ്രഹങ്ങൾ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഈ പറയുന്ന മെർക്കുറി ലിംഗം ടെമ്പിൾസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. തമിഴ്നാട്ടിൽ ഒത്തിരിയുണ്ട്. ഒത്തിരി ഈ രസലിംഗം കൊണ്ടുണ്ടാക്കിയ ശിവക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വിഗ്രഹങ്ങളുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ആയിരക്കണക്കിന് വർഷം മുമ്പ് എങ്ങനെ ഈ പറയുന്ന രസത്തെ ഇങ്ങനെ കെട്ടിയെടുത്തു? അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മെത്തേഡ്, രീതികൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ നമ്മുടെ സിദ്ധന്മാർ കണ്ടെത്തി. അപ്പോൾ അവർ സയൻറ്റിസ്റ്റുമാരായിരുന്നു. അപ്പോൾ ഈ ഇത്തരം ഒരുപാട് രഹസ്യങ്ങൾ, ഇപ്പോൾ രസമണി എന്ന് പറയുന്നത് ഒരു വലിയൊരു രഹസ്യമാണ്. ഞാനിതിൻ്റെ പുറകെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്.
വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വർഷത്തെ അലച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് രസമണി വിദ്യ സ്വായത്തമാക്കാൻ സാധിച്ചത്. പക്ഷേ ഞാനിതൊന്നും പഠിച്ചതും മനസ്സിലാക്കുന്നതും ഒക്കെ എൻ്റെ അക്കാഡമിക് ഇൻട്രസ്റ്റ്, എനിക്ക് ഇത്തരം വിദ്യകളോട്, സിദ്ധവിദ്യകളോടുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശം, അതാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സിദ്ധവിദ്യകളിലേക്കും ഇത്തരം രഹസ്യങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ രസമണി വിദ്യ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ രസത്തെ കെട്ടാൻ ഇപ്പോഴും സാധ്യമാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അന്ന് രസത്തെയാണ് കെട്ടിവെച്ചത്, രസത്തെ സോൾഡിഫൈ ചെയ്ത് മെർക്കുറിയെ സോൾഡിഫൈ ചെയ്താണ് ഈ ലിംഗം ഉണ്ടാക്കിയതെന്ന് എന്ത് തെളിവെന്ന് ചോദിച്ചൂടെ? ഇപ്പോൾ മെർക്കുറിയെ കൊണ്ടുപോകാം, മെർക്കുറിയെ ഞാൻ സോൾഡിഫൈ ചെയ്ത് തരാം, കട്ടിയാക്കി. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഇത്തരം ജോലികൾ ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരീക്ഷണങ്ങൾ ചെയ്യുമ്പം അങ്ങ് സ്വന്തമായാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ മിത്തെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അന്ധമായി നടക്കാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞ സാധനമാണ് നമ്മളത് പഠനത്തിൻ്റെ വിധേയമാക്കിയിട്ട് അതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇതിന് ഒരുപാട് ചിലവുണ്ടാകും. അതുമാത്രമല്ല ഇത് സമയം, പിന്നെ ഇതൊരു അല്ലെങ്കിൽ തന്നെ ഇത് പോയിസണാണ്. ഇതെങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അങ്ങ്? ഇത് ശരിയായ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് മാത്രമേ ഈ വിദ്യകൾ പഠിക്കാൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് യൂട്യൂബ് വഴിയോ പുസ്തകം നോക്കിയോ ഇതൊന്നും പഠിക്കാൻ സാധിക്കില്ല. ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ രസമണി എന്ന് പറയുന്നത്, രസത്തെ കെട്ടണമെങ്കിൽ അതിന് ഒരു രസത്തെ കെട്ടാനുള്ള ഒരു വിധിയുണ്ട്, ഒരു വിധാനമുണ്ട്, അതിന് മൂലികകളുണ്ട്, അതിൽ പറയുന്നത് അനുസരിച്ച് മാത്രമേ നമുക്ക് രസമണി നിർമ്മിക്കാൻ സാധിക്കൂ. ആ രസമണി നിർമ്മിച്ചു കഴിഞ്ഞാൽ രസമണിക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. രസമണി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രസമണികളുണ്ട്. അപ്പോൾ രസമണിയിൽ തന്നെ ദാരികമണിയുണ്ട്, വൈദ്യമണിയുണ്ട്, ഈ പറയുന്ന ഗമനമണിയുണ്ട്, ഭോഗമണിയുണ്ട്, ഒത്തിരി മണികളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും നിൽക്കുന്ന എനർജി ഡയമെൻഷൻ വ്യത്യസ്തമാണ്. അത് ഓരോന്നിനും ഓരോ പർപ്പസാണ്. അതിൻ്റെ എനർജി ഡയമെൻഷൻസ് വ്യത്യസ്തമാണ്. ആ എനർജി ഡയമെൻഷൻസ് അനുസരിച്ചാണ് അതിൽ പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ആ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാം അനുസരിച്ചാണ് ആ മണി വർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ശാസ്ത്രം പറയണത്. അപ്പം ഞാൻ ഇപ്പോൾ രസമണി ഇതൊക്കെ വെറുതെ പറച്ചിലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രസമണി. അപ്പോൾ അങ്ങയുടെ കയ്യിൽ ആ രസമണി ഉണ്ടാവുമല്ലോ അങ്ങ് ചെയ്തത്? തീർച്ചയായും ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കൂ, എന്താണ് രസമണി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് ആമസോണിലൊക്കെ പലരും ഇട്ടിട്ടുണ്ട് രസമണി. ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക്, ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് ആമസോണിലാണേ. ആമസോണിൽ അച്ഛനും അമ്മയും വരെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ രസമണിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് പറയുന്നതിന് മുമ്പ് ആ രസമണി, യഥാർത്ഥ രസമണി ഒന്ന് കാണിക്കണം. തീർച്ചയായും ഇത് രസമണിയാണ്. അതെ, രസമണിയാണ്. ഇത് കണ്ട ഒരു മുത്തു പോലെ. ഇത് രസത്തെ, ലിക്വിഡ് ഫോമിലുള്ള രസത്തെ മണി കെട്ടാനുള്ള വിധാനങ്ങളിലൂടെ കൊണ്ടുപോയി മൂലികകൾ ഉപയോഗിച്ച് അതിൻ്റെ മണിയാക്കി അതിനെ കെട്ടി അതിനുശേഷം അതിനെ സ്ഫുടം ചെയ്ത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. എത്ര തരമാണ് ഇതിനെ വേർതിരിച്ചെടുക്കാനുള്ള ടൈം എന്തൊക്കെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ രീതിയിലേക്ക് ആക്കുന്നത് പറയാൻ കഴിയുമെങ്കിൽ? ഇതിൻ്റെ എല്ലാ രഹസ്യം, ഒന്നാമത്തെ കാര്യം ഈ മെർക്കുറി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയിസണാണ്. അത് മെർക്കുറി നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ബ്ലഡുമായിട്ട് കലർന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അത്ര വലിയ പോയിസണാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെർക്കുറി ഡയറക്റ്റ്ലി പോകണമെന്നില്ല. മെർക്കുറി നമ്മൾ ഇതിൻ്റെ ഈ പറയുന്ന രസമണി ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ സമയത്ത് മെർക്കുറി ഫ്യൂംസ് ഉണ്ടാവും. ആ ഫ്യൂംസ് ഉണ്ടാവും, പുക ഉണ്ടാവും. അത് മെർക്കുറിക്ക് ഓക്സൈഡാണ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു പോയിസണസ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. നമ്മളത് ശ്വസിച്ചാൽ മതി മരണം സംഭവിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു സാധാരണക്കാരന് ഇത് നമ്മളിത് ചെയ്യാനുള്ള വിധാനമൊന്നും പറഞ്ഞു കൊടുക്കാനും പാടില്ല. അവനത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായ ഗുരുപദേശ പ്രകാരമല്ല ചെയ്തതെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള ഓക്കെ. പക്ഷെ അത് ഈ പറഞ്ഞ ആമസോൺ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അന്വേഷണത്തിലും ഇപ്പം ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അറിയാൻ പറ്റും. അതിലെല്ലാം സത്യമാവണമെന്നില്ല. എന്നാലും ഏകദേശം ഒരു രൂപം പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഈ മിത്തെന്ന് പറഞ്ഞതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. രസത്തെ കെട്ടാനായിട്ട് ഒരു കെമിക്കൽ പ്രോസസ്സ് അവിടെ ഉണ്ട്. രസവാദത്തിൽ അതിനൊരു പ്രവർത്തനമുണ്ട്. അതിലൂടെ രസത്തെ കട്ടിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. പക്ഷെ കട്ടിയാക്കിയിട്ട് കാര്യമില്ല, അതിനെ സ്ഫുടം ചെയ്യണം. അതിന് നാരങ്ങാ സ്ഫുടമുണ്ട്, അതിന് ഉമ്മത്തിൻ കായൽ സ്ഫുടമുണ്ട്, അതിൽ കൂവളത്തിൻ കായൽ സ്ഫുടമുണ്ട്. അത് പിന്നെ ചില പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തൊട്ടാവാടിയിൽ സ്ഫുടമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ പ്രോസസ്സാണ്. അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഒരു രസമണി ഈ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത്. തീർന്നില്ല, അതിനുശേഷം അതിൽ പ്രാണപ്രതിഷ്ഠയുണ്ട്, അതിനെ എനർജൈസ് ചെയ്യണം.
അതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് അത് ശരിയായ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു മണി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറുന്നത്. രസമണി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അത് ഉയരുന്നത്. ആമസോണിലിരിക്കുന്നതിൽ ഈ സ്ഫുടം നടക്കും, ഈ പ്രാണപ്രതിഷ്ഠ നടക്കും. മാത്രമല്ല അത് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ മെർക്കുറി വല്ലതും എങ്ങനെയെങ്കിലും കട്ടിയാക്കി വിൽക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ വിധിപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ചായല്യത്തിൽ നിന്ന് ബാലരസം എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ രസത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്. രസത്തെ ഉണ്ടാക്കിയിട്ട് ആ രസത്തിനെ കട്ടിയാക്കുകയാണ്. ഇവിടെ അല്ലാതെ നമ്മുടെ ചൈല്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോണാണ്. എവിടെയാണ് അത് ഈ പറയുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും ഹിമാലയത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന ഒരു കല്ലാണ്. അതിനെ നമ്മൾ ചില പ്രത്യേക ശീലമൺ സ്ഫുടവും മറ്റ് ചില പ്രത്യേക പ്രോസസ്സുകൾ വഴി നമുക്ക് അതിൽ നിന്ന് ബാലരസത്തെ എടുക്കാൻ പറ്റും. ആ ബാലരസത്തെയാണ് കെട്ടി മണിയാക്കേണ്ടത്. അതാണ് യഥാർത്ഥ മണി. അല്ലാതെ ഈ ആമസോണിൽ വരുന്നതൊക്കെ ഈ പ്രോസസ്സ് കഴിഞ്ഞാണോ വരുന്നതെന്ന് നമ്മൾ ഇതിനെ ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. അല്ല, ഈ മണി ധരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മണി നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വരാൻ സാധ്യത? മണി പല പർപ്പസിനുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ദാരികമണി ഭാഗ്യാനുഭവം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന വൈദ്യമണി പഴയ കാലങ്ങളിൽ വൈദ്യന്മാരുടെ കൈവശം ഉണ്ടായിരുന്നു. അവരുടെ ചികിത്സ ഫലിക്കാനും അവർക്ക് അവരുടെ കൈപുണ്യം വർദ്ധിക്കാനും ഒക്കെ ഈ പറയുന്ന വൈദ്യമണിയാണ് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഗമനമണിയുണ്ട്. അത് ഉപയോഗിച്ച് ആകാശമാർഗം സഞ്ചരിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. തെളിവൊന്നുമില്ല, പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അട്രാക്ഷന് വേണ്ടിയുള്ള വശ്യമണികളുണ്ട്. അങ്ങനെ പലതരത്തിലും ഓരോന്നിൻ്റെയും പർപ്പസ് വ്യത്യസ്തമാണ്. പലതരത്തിലുള്ള മണികളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മണി കിട്ടണമെങ്കിൽ അതിനൊരു നിയമം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാനിപ്പം ഇത് ഒന്നത് മെർക്കുറിയാണ്, അപ്പോൾ ഇത് കിട്ടാനുള്ള സാധ്യത, ഇത് ഒരാളെ കൈവശം വെക്കാൻ പറ്റും. ഇത് സ്വർണ്ണപ്പണിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെ, സ്വർണ്ണപ്പണിക്ക്. അതെ, ഞാനതാ നേരത്തെ പറഞ്ഞത്. സാധാരണക്കാർക്ക് ഒരു പെട്ടെന്ന് കടന്നു പോകാൻ ചെല്ലാൻ പറ്റുന്നൊരു മേഖലയല്ല ഇത്. സിദ്ധയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു സാധനമാണ്, ആഴത്തിലുള്ള ഒരു വിഷയമാണ് മണി എന്ന് പറയുന്നത്. സാധാരണക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോയാലും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ മൂലികകൾ കിട്ടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും അന്വേഷിച്ച് അലഞ്ഞാൽ മാത്രമേ അതിലേക്ക് സ്റ്റഡി നടത്തിയാലേ അവർക്ക് ഗുണമാവും. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ നടത്തുന്ന പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുവരെയെങ്കിലും എത്തി നിൽക്കുന്നത്. അതിനുവേണ്ടി അർപ്പണം വളരെ അതേ എന്നുള്ള രീതിക്ക് അതിൽ ഒരു യോഗിയായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ യോഗിയൊന്നുമല്ല, സാധാരണ ഞാൻ അല്ല അങ്ങയുടെ പല വാക്കുകളിലും നമുക്കത് മനസ്സിലാവും. പ്രാണബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രാണബോധത്തിൽ ജീവിക്കുക, മാനസിക തലത്തിൽ ജീവിക്കാതിരിക്കുക, പ്രാണബോധത്തിൽ തുടരുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രം ഇതൊക്കെ നമുക്ക് സഹായത്താകും. ശരിക്കും ഇതിപ്പോൾ ഫിസിക്കലി ഉണ്ടാക്കിയ രസമണിയാണ് അല്ലേ? നമ്മൾ ചായല്യം എടുത്ത് അതിൽ നിന്ന് ബാലരസം എടുത്തിട്ട് ചായല്യത്തിൽ നിന്ന് ബാലരസം എടുത്ത് ആ രസത്തെ കെട്ടി നമ്മൾ ഫിസിക്കലി ആ മെർക്കുറി ഉപയോഗിച്ചുണ്ടാക്കിയൊരു മണിയാണ്. ശരിക്കും മണി കെട്ടേണ്ടത് ഉള്ളിലാണ്, നമ്മുടെ പ്രാണനിലാണ് ആ മണി വർക്ക് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ഇന്നർ ആൽക്കമി എന്നൊക്കെ വിളിച്ചൂടെ. അപ്പോൾ ഈ പറയുന്ന ഉള്ളിലാണ്, ഈ പറയുന്ന പ്രാണബോധത്തിലാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത്. അതായത് സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രാണനെ നമുക്ക് താന്ത്രികത്തിൽ അറുകോണം എന്ന് പറയുന്ന ശിവസ്ഥാനത്തേക്ക് കൊണ്ടു നിർത്താൻ സാധിക്കും, സഹസ്രാര പത്മത്തിൽ കൊണ്ടു നിർത്താൻ സാധിക്കും. അവിടെ പ്രാണനെ ഉറപ്പിച്ച് നിർത്തിയാൽ അതാണ് ശരിക്കുള്ള മണി. തീർച്ചയായിട്ടും ഇത് ഭഗവാൻ മഹാദേവനുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ ഈ മണി? അപ്പം അങ്ങ് ശിവന്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മെർക്കുറി സിദ്ധ ട്രഡീഷൻ അനുസരിച്ച് മെർക്കുറി എന്ന് പറയുന്നത് ശിവബീജമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ശിവബീജത്തെ കട്ടിയാക്കുകയാണ് ഒരു രസമണിയിൽ സംഭവിക്കുന്നതെങ്കിൽ ഉള്ളിലെ ശിവബോധത്തിൽ ഈ പറയുന്ന പ്രാണനെ കൊണ്ട് നിർത്തുകയാണ്, നിശ്ചലമാക്കി നിർത്തുകയാണ് ഒരു യോഗി ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കും രസമണി നമുക്ക് ഈ പറയുന്നൊരു ഫിസിക്കലി ഒരു രസമണി ഉണ്ടാക്കുന്നതിനേക്കാളും 10 മടങ്ങ് ലക്ഷം ഇരട്ടി പവർഫുൾ എന്ന് പറയുന്നത് സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കുക, പ്രാണബോധത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ശരയോഗയിലാണ്, ശരനൂൽ ശാസ്ത്രത്തിലാണ്. ശരഗതി നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാണബോധത്തിൽ, ശ്വാസബോധത്തിൽ ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നറിലേക്ക് പോവുക, അവിടെയാണ് മണി കെട്ടേണ്ടതെന്ന് പറഞ്ഞത്. പലപ്പോഴും ഈ അറിവുകൾ എപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പഴയ ഗുരുകുല സമ്പ്രദായമാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നിന്ന് ഗുരു അനുഗ്രഹിച്ച് എനിക്ക് തോന്നുന്ന എല്ലാ അറിവുകളും അദ്ദേഹം കാട്ടിത്തരുന്നു അല്ലെങ്കിൽ തരുന്നു എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതൊന്നും മിസ്സാവുന്നില്ല. ഈ കാലഘട്ടത്തിൽ പലതും മിസ്സായതായിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ പല ഇൻ്റർവ്യൂ ചെയ്ത് പറയുന്നത് നമുക്ക് പഴയ അറിവുകളൊന്നും ഇല്ല, അതൊക്കെ ഒരു മിത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതുപോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിത് കേട്ടപ്പോൾ ഇതൊന്നും മിത്തൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ശിഷ്യൻ അത്രയും ഗുരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? കൂടെ നിൽക്കാത്തതുകൊണ്ടാണോ അതോ? ഒരു
ഗുരുവിന് തീർച്ചയായിട്ടും ശിഷ്യനിൽ എല്ലാ അറിവും നിറച്ചുവിടാൻ ഒരു ഗുരുവിന് സാധിക്കില്ല. ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ അറിവിനും പരിധിയും പരിമിതികളും ഉണ്ട്. ഗുരു ഒരു മനുഷ്യനാണല്ലോ. പരമഗുരു ഇരിക്കുന്നത് അവനവൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിലിരിക്കുന്ന പരമഗുരുവിന് പരിധിയില്ല, പരിമിതിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗുരുവാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനൊരു എക്സ്റ്റേണൽ ഗുരു മാത്രമാണ്. ഒരു എക്സ്റ്റേണൽ ഗുരുവാണ്. പരിധികളും പരിമിതികളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, എൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഉള്ളിലെ പരമഗുരുവിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ധർമ്മം. ആ അറിവും ആ വെളിച്ചവും അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, എന്നിൽ നിന്നല്ല പൂർണ്ണമായിട്ട് ലഭിക്കുക. ഞാനിപ്പോൾ അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയുന്നത് എൻ്റെ പരമഗുരുവിൽ നിന്ന് കിട്ടുന്ന, എൻ്റെ ഇന്നർ സെൽഫിൽ നിന്ന് കിട്ടുന്ന, എൻ്റെ വിജ്ഞാനമയ കോശത്തിൽ നിന്ന് കിട്ടുന്ന ആ അറിവിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ പലയിടത്തും അലയുന്നത്, അന്വേഷിക്കുന്നത്. ശിഷ്യന്മാരുടെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ അടുക്കലേക്ക് വരുന്നവർക്ക് ഈ കണക്ഷൻ, ഇന്നർ സെൽഫിലേക്കുള്ള കണക്ഷനാണ് ശരനൂൽ ശാസ്ത്രത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറ്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ആ കണക്ഷൻ കിട്ടാതെ വരുമ്പോൾ മാനസിക തലത്തിലേക്ക് പോകും. മാനസിക തലത്തിലേക്ക് പോയിട്ട് ഇവർ മറ്റൊന്നിലേക്ക് പോകും, പിന്നെ മറ്റൊന്നിലേക്ക് പോകും. ഈ അലച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ആത്മീയ ഗുരുക്കന്മാരുടെയും ആത്മീയ വിദ്യകളുടെയും ഒക്കെ പുറകെയുള്ള യാത്ര പലരും തുടരുന്നതിൻ്റെ കാരണം മാനസിക തലത്തിൽ തുടരുന്നതുകൊണ്ട്. അപ്പോൾ ഈ അറിവുകളെല്ലാം നമുക്ക് കട്ടാകുകയാണ്, പല അറിവുകളും. അതെ, പൂർണ്ണമാവാതെ പോകും. അവൻ്റെ ഇന്നർ സെൽഫിലേക്ക് കണക്റ്റഡ് ആയില്ലെങ്കിൽ എങ്ങനെ അവൻ പൂർണ്ണനാകും? അവന് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. അവൻ്റെ ഒരു ഫൈനൽ ആൻസറിലേക്ക് അവൻ എത്താൻ പറ്റില്ല. പുറത്തുനിന്ന് നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല, അത് ഉള്ളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഒത്തിരി ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ഒത്തിരി ഗുരുക്കന്മാരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർ നമ്മളെ അടുക്കലേക്കും വരാറുണ്ട്. നമ്മളെ അടുക്കൽ വന്നവരും പലരുടെ അടുത്തേക്ക് പോകാറുമുണ്ട്. ഇതൊക്കെ ഒരു ലോകനീതിയാണ്. ഇതിനൊന്നും നമുക്കൊന്നും തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ വളരെ ഈ പറയുന്ന കോൺഷ്യസ് ലീവിങ്, ഒരു ബോധത്തോടു കൂടി ഈ ആത്മീയതയെ സമീപിക്കുന്ന ഗുരുക്കന്മാരിൽ ഒരാളാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മോഹൻജി എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി സ്റ്റുഡൻസൊക്കെ വരാറുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന പ്രാണബോധത്തിലേക്ക് തന്നെയാണ് അവരെ നയിക്കുന്നത്. അദ്ദേഹം ഒരു ശരിയായ രീതിയിൽ ഈ പറയുന്ന ആത്മീയതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗുരുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തുര്യം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഒരു ദേവരാജൻ സാറുണ്ട്. അപ്പോൾ അദ്ദേഹം തുര്യം അപ്പോൾ ഈ ഇദ്ദേഹത്തിന്, ദേവരാജൻ സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നമ്മളെ സയൻസ് ഓഫ് ബ്രീത്തിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തുര്യത്തിൻ്റെ ഈ പുസ്തകം വായിച്ചിട്ട് പലരും ശരനൂൽ ശാസ്ത്രത്തെയും ശരയോഗയെയും കുറിച്ച് അറിയാനായിട്ടൊക്കെ അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും നമ്മളെ നേരിട്ട് പരിചയമില്ല, പക്ഷേ നമ്മളെ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ ശരനൂൽ ശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ മോഹൻജിയെ മെൻഷൻ ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ദേവരാജൻ സാറിനെ മെൻഷൻ ചെയ്തു, ദേവരാജൻ സാർ ഞങ്ങളെ മെൻഷൻ ചെയ്തു. അപ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റെന്നുള്ളൊരു തിരിച്ചറിവ് അത് എൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോധം നമുക്കുണ്ട്. ഈ തിരിച്ചറിവ്, ഈ ബോധമില്ലാത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. ബോധത്തിലേക്ക് നയിക്കാനുള്ള ഏത് വിദ്യ, ഏത് ഗുരു നിങ്ങൾ അതിലേക്ക് നയിച്ചാലും അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹം ഒരു എക്സ്റ്റേണൽ ഗുരുവാണ്. നിങ്ങളെ ഇൻറ്റേർണലി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരമഗുരുവിലേക്ക് കണക്ട് ചെയ്യുന്ന പാലമാണ്, ബ്രിഡ്ജാണ് ആ ഗുരു. തീർച്ചയായും ഈ ഒരു ബോധത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.